മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി ഒരു അമ്മയാകാൻ പോകുകയാണെന്നുള്ള കാര്യം ആ സിദ്ധിയായ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദുർഗയ്ക്ക്. അപ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാകാൻ? അമ്മയ്ക്കറിയില്ലേ ഇവിടുത്തെ മൂത്ത സന്താനത്തിന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്കല്ലേ കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കൂ? അവൾ മിടിക്കുക, അവൾ അവനെ ചതിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പം മുത്തശ്ശിക്ക് കുറച്ച് ദക്ഷിണ കൊടുക്കുന്നുണ്ട് ദുർഗ. എന്തായാലും ഈ പൈസ എനിക്ക് വേണ്ട. അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഏതെങ്കിലും ഡോക്ടർ പറയുന്ന ആ ഒരു നിമിഷം എനിക്ക് തന്നാൽ മതി എന്ന് പറയുമ്പോൾ, അത് വേണ്ട, അമ്മ പറഞ്ഞ വാക്കുകൾ എനിക്ക് വിശ്വാസമാണ്, പിന്നെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡബിൾ പൈസ ഞാൻ തന്നിരിക്കും എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ മുത്തശ്ശി ആ പൈസ മേടിച്ച് പോകുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ണിയോട് പറയുമ്പോൾ ഉണ്ണി പറയുന്നു, എങ്കിലും അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരായിരിക്കും? ആരായാലും ശരി, കണ്ണനാകില്ല. ആ കാര്യം എനിക്ക് 100% ഉറപ്പാണെന്ന് പറഞ്ഞ് ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൻ്റെ മേളിൽ നിന്ന് തള്ളിയിടാൻ നോക്കുന്നു. കാരണം അവൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ ഏറ്റവും നല്ല മാർഗ്ഗം അതാണെന്ന് പറഞ്ഞ് ഉണ്ണിയോട് ഗ്രീസ് ഇരിക്കുന്ന സ്ഥലമൊക്കെ ചോദിച്ച് അത് സ്റ്റെപ്പിൽ പുരട്ടി മഹാലക്ഷ്മി ഫ്രൂട്ട്സ് കഴിക്കാൻ മേല് പോയിട്ടുണ്ട്. അധികം താമസിക്കാതെ താഴേക്ക് വരുമെന്ന് മനസ്സിലാക്കി ആ സമയം തന്നെ സ്റ്റെപ്പിൽ ഗ്രീസ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തിരികെ ഇറങ്ങി വരുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ സ്റ്റെപ്പിൽ ചവിട്ടി ഒച്ച വെച്ച് വീഴുന്നു. അങ്ങനെ ദുർഗയാണെങ്കിൽ സന്തോഷത്തോടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവൾക്ക് തീരെ വയ്യ. സാധാ ഒരു പെൺകുട്ടി വീണ് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ കുഴപ്പമില്ല, കാരണം ഏറ്റവും താഴത്തെ സ്റ്റെപ്പിലാണ് പുരട്ടി വെച്ചിരിക്കുന്നത്. ഇതങ്ങനല്ലല്ലോ, ഗർഭിണിയായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ വീണത്. താഴ്ന്ന് വീണാൽ പോലും അതൊരു വലിയ ആഘാതമാണ്. അങ്ങനെ എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നത് പ്രകാരം ദുർഗയും ഉണ്ണിയും കൂടി അവളെ കരുണയെ കാണിച്ചുകൊണ്ടിരുന്ന അതേ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ചെക്കപ്പിന് വരുന്ന ഡോക്ടറിനോട് മഹാലക്ഷ്മി വിഷമത്തോടെ ചോദിക്കുന്നു, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ പരിശോധിച്ച് നോക്കുന്ന ഡോക്ടറാണെങ്കിൽ മഹാലക്ഷ്മിയോട് ഒരു കാര്യം പറയുന്നു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഞ്ഞിന് യാതൊരു ആപത്ത് സംഭവിച്ചിട്ടില്ല, പിന്നെ നെറ്റി അല്പം മുറിഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് നെറ്റിയിൽ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡോക്ടറിനാണെങ്കിൽ പ്രത്യേകിച്ച് അതിശയമൊന്നും തോന്നില്ല. വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയെ നെറ്റിയിൽ കുറിയൊക്കെ ഉണ്ട്. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നത് പോലെ അവളൊരമ്മയാകാൻ പോകുന്നതാണ് എന്നേ ഡോക്ടർ കരുതിയിരുന്നുള്ളൂ. അങ്ങനെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെല്ലുന്ന ഉണ്ണിയും ദുർഗയും, എന്താ ഡോക്ടറെ, എന്തു പറ്റി? അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുമ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നെറ്റിയിലൊരല്പം മുറിവുണ്ടെന്നേ ഉള്ളൂ. അല്ല, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, നിങ്ങൾ ഇതുവരെ ഒരു ഡോക്ടറിനെയും കാണിച്ചില്ലേ? ഇല്ല. എന്താ ഡോക്ടറെ? അല്ല, ഞാൻ ചെക്കപ്പിന് ചെന്നപ്പോഴേ ആ കുട്ടി എന്നോട് ചോദിച്ചത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണല്ലോ. അത് കേട്ട് ഉണ്ണിയും ദുർഗയും ആകെ ഷോക്കാകുന്നുണ്ട്. അതെങ്ങനെ ശരിയാവാനാ ഡോക്ടറെ? അവളുടെ ഭർത്താവ് വീൽചെയറിലിരിക്കുന്ന ഒരാളാണ്, അരയ്ക്ക് താഴോട്ട് ചലനശേഷി നഷ്ടമായി 12-ാം വയസ്സ് മുതൽ ഇന്ന് വരെ അവൻ വീൽചെയറിൽ ഇരിക്കുവാണ്. അവനിങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഞെട്ടുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ആ പെൺകുട്ടി 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറയുമ്പോൾ ആ ഞെട്ടിക്കുന്ന കാര്യം അറിഞ്ഞിട്ട് ഉണ്ണിയും അതുപോലെ ദുർഗയും ഞെട്ടുന്നുണ്ട്. അതുപോലെ അവർക്ക് സന്തോഷവും പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്നു. അതായത് പ്രഗ്നൻ്റായ മഹാലക്ഷ്മിയെ ആ പേരിനെങ്കിലും കണ്ണേട്ടൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ണിയെ സമാധാനപ്പെടുത്തുന്നത്. ഒന്നുകിൽ കണ്ണൻ്റെയോ മഹാലക്ഷ്മിയുടെയോ ജീവൻ എടുത്തുകൊണ്ട് അവരെ പിരിക്കണം, അല്ലെങ്കിൽ ബന്ധം ഒഴിച്ച് 2 പേരെയും 2 ആക്കുവാണെങ്കിൽ മാത്രം കമലേശ്വരം തറവാട്ടിലേക്ക് കരുണ വരാമെന്നാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കരുണയ്ക്ക് തിരികെ വരാനുള്ളൊരു അവസരവും കിട്ടും. മഹാലക്ഷ്മിയും കണ്ണനും വേർപിരിയുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ അങ്ങനെ സന്തോഷപ്പെട്ട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ അല്പം ദുഃഖമൊക്കെ നടിച്ച് കണ്ണനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ വരുന്ന കണ്ണൻ ദുർഗയോടും ഉണ്ണിയോടും ചോദിക്കുന്നു, എന്താ എൻ്റെ മഹിക്ക് പറ്റിയത്? അവൾ എങ്ങനെ വീണു? അതൊന്നും എനിക്കറിയില്ല മോനെ. സ്റ്റെപ്പ് ഇറങ്ങി വന്നവൾ കാല് വഴുതി വീണതാ. പിന്നെ തീരെ വയ്യാതെ കിടക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവൾ പറഞ്ഞതിൻ്റെ പ്രകാരം ഞങ്ങൾ ഇവളെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. നീ അറിഞ്ഞോ, അവൾ ഇത്രയും കാലം നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. അപ്പം ഞെട്ടി കണ്ണൻ നോക്കുന്ന സമയത്ത് ദുർഗ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, അവൾ 2 മാസം പ്രഗ്നൻ്റ് ആണെന്നാണ് അവളെ ചെക്കപ്പ് ചെയ്ത ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ എനിക്കെന്തായാലും ഒന്ന് മഹാലക്ഷ്മിയെ കാണണം എന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുന്നു. തനിക്ക് എങ്ങനെയുണ്ട്, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നത്, കണ്ണേട്ടൻ പേടിക്കണ്ട, നമ്മുടെ കുഞ്ഞിന് യാതൊരു ആപത്ത് സംഭവിച്ചിട്ടില്ല, പിന്നെ എനിക്കൊരല്പം മുറിവ് പറ്റിയെന്നേ ഉള്ളൂ. ഇനിയും നീ ആ കമലേശ്വരം വീട്ടിൽ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ പോലും ബാധിക്കും. അതുകൊണ്ട് എനിക്കൊരു നാടകം കളിച്ചേ പറ്റൂ. എന്താ കണ്ണേട്ടൻ ഉദ്ദേശിക്കുന്നത്?
നീ ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞ് നമ്മൾ തമ്മിൽ വേർപിരിയുന്നു എന്നൊരു നാടകം കളിക്കുക. തനിക്ക് തൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗമേ ഉള്ളൂ. അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ 10 മാസം നിൽക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമ്മുടെ കുഞ്ഞിന് യാതൊരു ആപത്തും കൂടാതെ ഈ ഭൂമിയിലേക്ക് ജന്മം എടുത്തു വരാൻ പറ്റും. ആദ്യമൊന്നും മഹാലക്ഷ്മിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിലും ജനിക്കാൻ പോകുന്ന തങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ച് അതിന് സമ്മതം മൂളുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വരുന്ന കണ്ണൻ ആ ഞെട്ടിക്കുന്ന കാര്യം അവരെ അറിയിക്കുന്നു. താനും മഹാലക്ഷ്മിയും ഇനി ഒരിക്കലും ഒത്തുപോകില്ലെന്നും തന്നെ ചതിച്ച അവളെ തൻ്റെ ഭാര്യയായിട്ട് വേണ്ടെന്നൊക്കെ തുറന്നു പറയുന്ന ആ നിമിഷം സന്തോഷ വാർത്ത കാട്ടുതീ പോലെ ശത്രുക്കളെല്ലാവരും അറിയുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത് നമ്മുടെ മേഘനും കരുണയ്ക്കും തന്നെയാണ്. മഹിയുടെ സ്വഭാവശുദ്ധിയെ മോശമായി ചിത്രീകരിക്കാതെ കണ്ണൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മഹാലക്ഷ്മി പ്രഗ്നൻ്റായേ എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നതായിരുന്നു ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കാത്തിരിക്കാം.